ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഇന്നിവിടെ ഒരു 5-6 മുട്ട റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി സവോള, ഒരു 3 സവോളയുണ്ട്. 3 സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നു. 7 മുട്ട, 2 തക്കാളി, കരിയാപ്പില, ഇഞ്ചി, പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കത്തിക്കാം. ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. കടുക് ഇട്ട് കൊടുക്കുവാണേ. കരിയാപ്പില ഇട്ടു, പച്ചമുളക്, ഇഞ്ചി, സവോള ഇട്ട് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ സൺഡേ അല്ലേ, അപ്പം പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമില്ല. വീട്ടിലെത്തുമ്പോഴേ പിള്ളേർ പറയും വിശക്കുന്നേ എന്ന് പറയാം. പിന്നെ ഒരു എളുപ്പപ്പണി ആകാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാൻ പോവാണേ. തക്കാളിയും കൂടി നല്ലപോലെ ഒന്ന് വഴരട്ടെ. നമ്മുടെ തക്കാളി സവോളയൊക്കെ ഒരുവിധം വഴന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ഗ്രേവി ഇടുന്നില്ല. ഇതിങ്ങനെ തന്നെ ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഇതെടുക്കുന്നത്. ഇതൊന്ന് മൂക്കട്ടെ. ആ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്തതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറട്ടെ. ഒരു ശകലം വെള്ളം, ഗ്രേവി ആക്കുന്നില്ല, എന്നാലും ഇങ്ങനെ ഒന്ന് പെരണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം. ആ മുട്ടയിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പൊടിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഗരം മസാല ചേർക്കുവാണ്. വേണ്ട, ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ.
മുട്ടയ്ക്ക് വേണ്ട നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ മുട്ട പെറുക്കിയെടുത്തിന് അതിനകത്തോട്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ നല്ല സൂപ്പറാണിത് കേട്ടോ. മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ.